സിദ്ധാർത്ഥന്റെ മരണവും അനുബന്ധ സമരങ്ങളും നിർണായകമാകുന്ന ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. സിദ്ധാർത്ഥന്റെ വീട് ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എസ്എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയമാണ് UDF, NDA മുന്നണികളുടെ പ്രധാന പ്രചാരണായുധം. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും വരെ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് അടൂർ പ്രകാശും V മുരളീധരനും റിപ്പോർട്ടറിനോട് പറഞ്ഞു. അന്വേഷണം CBIക്ക് വിട്ട സർക്കാർ നടപടി ചൂണ്ടിക്കാട്ടിയാണ് LDF സ്ഥാനാർത്ഥി V ജോയ് പ്രതിരോധം തീർക്കുന്നത്. വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥിന്റെ വീടും സമരപരമ്പരകളുടെ കേന്ദ്രവും തിരുവനന്തപുരത്തെ നെടുമങ്ങാടാണ്. നെടുമങ്ങാട് ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ SFIയുടെ അക്രമ രാഷ്ട്രീയവും സർക്കാരിന്റെ വീഴ്ചയും ചർച്ചയാക്കുകയാണ് UDFും NDAയും. കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നത് നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് കരുതിയാണ്. അങ്ങനെ രക്ഷകർത്താക്കൾ അവരതിനു വേണ്ടി അയക്കുമ്പോൾ അവർ ഏതാനും ചില ഗുണ്ടകളുടെ അല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ചില ആളുകളുടെ ഇരയായി മാറുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സിദ്ധാർത്ഥിനുണ്ടായ സംഭവം ഇനി ഒരാൾക്ക് പോലും ഉണ്ടാകരുത് എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. ഞങ്ങളുടെ കൺവെൻഷനും മറ്റും നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് V മുരളീധരൻ നേരത്തെ നെടുമങ്ങാട് ഉപവാസ സമരം നടത്തിയിരുന്നു. CBIക്ക് കേസ് വിട്ടു എന്ന് പറയുക, അതിനുശേഷം തേച്ചു മാച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേസ് CBIക്ക് വിട്ടത് സംസ്ഥാന സർക്കാരാണെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ LDFിന്റെ പ്രചരണം. എന്നാൽ CBIക്ക് രേഖകൾ കൈമാറുന്നതിലെ വീഴ്ചയും മുഖ്യമന്ത്രിക്കെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ രംഗത്തെത്തിയതും ഇടതു ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കി. കേരളമാകെ ചർച്ചയായ സിദ്ധാർത്ഥിന്റെ മരണം ആറ്റിങ്ങലിൽ യുവ, വനിതാ, നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിക്കുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.